വെസ്റ്റ് ഏഷ്യയിൽ യുദ്ധമേഘങ്ങൾ ഇപ്പോഴും ശക്തമായിട്ട് നിലനിൽക്കുമ്പോഴും ലോക സാമ്പത്തിക രംഗത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഒരു വമ്പൻ ബിസിനസ് നീക്കം നടന്നിരിക്കുകയാണ്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ചരിത്രപരമായ ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് എഗ്രിമെന്റ് BIA അഥവാ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഔദ്യോഗികമായിട്ട് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇത് വെറും ഒരു സാധാരണ ബിസിനസ് കരാറല്ല. വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് OECD അംഗങ്ങളിൽ ഇന്ത്യയുടെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് മോഡൽ അംഗീകരിക്കുന്ന ആദ്യത്തെ രാജ്യമായിട്ട് ഇസ്രായേൽ മാറിയിരിക്കുകയാണ്. ഇന്ത്യ ഇസ്രായേൽ നിക്ഷേപകർക്ക് നൽകിയ പ്രത്യേക ഇളവ് എന്താണ്? ഈ കരാറിലൂടെ രണ്ട് രാജ്യങ്ങൾക്കും വരാൻ പോകുന്ന ലാഭവും നഷ്ടങ്ങളും എന്തൊക്കെയാണ് നോക്കാം. നമുക്കിതിന്റെ പശ്ചാത്തലത്തിലേക്ക് വരാം. ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും ഇസ്രായേൽ ധനകാര്യമന്ത്രി ബെസലൽ സ്ട്രോമിച്ചും ചേർന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 8-നാണ് ന്യൂഡൽഹിയിൽ വെച്ച് ഈ ചരിത്ര കരാറിൽ ഒപ്പുവെച്ചത്. ഒടുവിലിതാ ഈ കഴിഞ്ഞ ജൂലൈ 4 മുതൽ ഈ കരാർ ഔദ്യോഗികമായിട്ട് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ 1996-ൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഇത്തരം ഒരു കരാർ ഉണ്ടായിരുന്നു. അന്ന് അത് ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട് 2017-ൽ ഇന്ത്യ അത് റദ്ദാക്കി. അതിനുശേഷം ഇന്ത്യ സ്വന്തമായിട്ട് തയ്യാറാക്കിയ 2015 മോഡൽ BIT അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ പുതിയ കരാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ഇരു രാജ്യങ്ങളിലെയും ബിസിനസ്സുകാർക്ക് ഒരു സെക്യൂർ ആൻഡ് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അന്തരീക്ഷം ഉറപ്പു നൽകുന്നു. ഇനി ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണ് എന്ന് നോക്കാം. വിദേശ നിക്ഷേപകരും ഇന്ത്യൻ സർക്കാരും തമ്മിൽ എന്തെങ്കിലും ബിസിനസ് തർക്കമുണ്ടായാൽ അതിന് പരിഹാരം കാണാനുള്ള ലോക്കൽ റെമഡീസ് എക്സോഷൻ എന്ന നിയമത്തിൽ ഇന്ത്യ ഇസ്രായേലിന് ഒരു വലിയ ഇളവ് നൽകിയിട്ടുണ്ട്. സാധാരണയായിട്ട് ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ പറയുക, എന്തെങ്കിലും തർക്കമുണ്ടായാൽ ആദ്യം 5 വർഷം ഇന്ത്യയിലെ കോടതികളിൽ കേസ് നടത്തണം. അവിടെ തീർന്നില്ലെങ്കിൽ മാത്രമേ അന്താരാഷ്ട്ര ആർബിട്രേഷനിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ്. എന്നാൽ ഇസ്രായേലിന്റെ കാര്യത്തിൽ ഇന്ത്യ ഈ ഒരു കാലാവധി വെറും 3 വർഷമായിട്ട് ചുരുക്കി കൊടുത്തു. അതായത് ഇസ്രായേൽ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ 3 വർഷത്തിനുള്ളിൽ അന്താരാഷ്ട്ര കോടതിയെ സമീപിച്ച് വേഗത്തിൽ പരിഹാരം കണ്ടെത്താം. UAEക്ക് ശേഷം ഇന്ത്യ ഈ ഓഫർ നൽകുന്ന രണ്ടാമത്തെ രാജ്യം കൂടിയാണ് ഇസ്രായേൽ. ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ് ഉള്ളത്. ഇന്ത്യയുടെ 2015-ലെ ഒറിജിനൽ മോഡൽ നിയമപ്രകാരം വെറും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് FDI അഥവാ നേരിട്ടുള്ള നിക്ഷേപങ്ങൾക്ക് മാത്രമേ സുരക്ഷ ഉണ്ടായിരുന്നുള്ളൂ. ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങളെ, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്സിനെ ഇതിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇസ്രായേലുമായിട്ടുള്ള കരാറിൽ ഇന്ത്യ വലിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതിൽ കമ്പനികളുടെ ഷെയറുകൾ, സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, കോർപ്പറേറ്റ് കടങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത് ഇന്ത്യയിലേക്ക് കൂടുതൽ ഇസ്രായേലി പണം ഒഴുകാൻ കാരണമാകുമെങ്കിലും ഭാവിയിൽ അന്താരാഷ്ട്ര കോടതികളിൽ ഇന്ത്യക്കെതിരെ കൂടുതൽ കേസുകൾ വരാൻ ഇത് വഴി തുറന്നേക്കാം എന്നൊരു ചെറിയ റിസ്ക് കൂടി ഉണ്ട് എന്നാണ്. ഇനി ഈ കരാറിന്റെ മറ്റൊരു പ്രധാന വശം എന്ന് പറയുന്നത് നാഷണൽ ട്രീറ്റ്മെന്റ് ആണ്. അതായത് ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്ന ഒരു ഇസ്രായേലി കമ്പനിയെ ഇന്ത്യൻ കമ്പനികൾക്ക് തുല്യമായിട്ട് തന്നെ പരിഗണിക്കും. അവർക്ക് യാതൊരുവിധ വിവേചനവും നേരിടേണ്ടി വരില്ല. എന്നാൽ ഇന്ത്യ ഇതിൽ വളരെ തന്ത്രപരമായിട്ട് 2 മേഖലകളെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. ഭൂമിയും റിയൽ എസ്റ്റേറ്റും, ലാൻഡ് ആൻഡ് റിയൽ എസ്റ്റേറ്റ്. അതായത് ഈ 2 മേഖലകളിൽ വിദേശ നിക്ഷേപകർക്ക് പ്രത്യേക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള പൂർണ്ണ അധികാരം ഇന്ത്യൻ സർക്കാരിൽ തന്നെ നിലനിൽക്കും. കൂടാതെ ടാക്സേഷൻ, സബ്സിഡികൾ, നാഷണൽ സെക്യൂരിറ്റി എന്നിവയും ഈ കരാറിന്റെ പരിധിയിൽ നിന്ന് ഇന്ത്യ ബുദ്ധിപൂർവ്വം മാറ്റി നിർത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബിസിനസ് ബന്ധം എത്രത്തോളമുണ്ട്? കണക്കുകൾ പ്രകാരം 2000 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെയുള്ള കാലയളവിൽ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത് ഏകദേശം $371.35 മില്യൺ നേരിട്ടുള്ള നിക്ഷേപമാണ്. നിലവിൽ 2 രാജ്യങ്ങളും തമ്മിൽ പ്രതിവർഷം $4 ബില്യൺ ഏകദേശം 35,212 കോടി രൂപയുടെ വ്യാപാരം നടക്കുന്നുണ്ട്. പ്രതിരോധ മേഖലയിലാകട്ടെ ഇസ്രായേലിന്റെ ആകെ ആയുധ കയറ്റുമതിയുടെ 40% വാങ്ങുന്നത് ഇന്ത്യയാണ്. ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഈ BIA കരാർ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്യുന്ന ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് FTA അഥവാ സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് വഴി തുറക്കുന്ന ഒന്നാണ്. വെസ്റ്റ് ഏഷ്യയിലെ യുദ്ധ സാഹചര്യം കാരണം ഈ പറഞ്ഞ FTA ചർച്ചകൾ ഇപ്പോഴും അല്പം സ്ലോ ആണ് എങ്കിലും ഈ പുതിയ ഇൻവെസ്റ്റ്മെന്റ് കരാർ ബിസിനസ്സുകാരുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കും. ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേലിന്റെ അത്യാധുനിക ടെക്നോളജിയും സൈബർ സെക്യൂരിറ്റിയും ഇന്ത്യയുടെ വമ്പൻ മാർക്കറ്റും ഒന്നിക്കുന്നത് ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. വെസ്റ്റ് ഏഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു കരാർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേൽ കാണിച്ച താല്പര്യം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സഖ്യത്തെയാണ് കാണിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.